ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അടിപൊളി ഒരു പരിപ്പ് പായസം ഉണ്ടാക്കിയാലോ. അപ്പം വേഗം വാ, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതേ പരിപ്പ് ഇതുപോലെ നമ്മൾ ചീനച്ചട്ടിയിലിട്ടൊന്ന് മൂപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു പച്ചമണം മാറാൻ. അതിനുശേഷം ആ പരിപ്പിനെ നന്നായിട്ടൊന്ന് കഴുകണം. ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കാൻ വെക്കുക കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുക്കറിലോട്ട് മാറ്റണം. അതിനുശേഷം നമുക്ക് ഏലയ്ക്ക് ഒരു 5-6 എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ച് വെക്കുക കേട്ടോ, മറക്കരുതേ. അപ്പം നമ്മുടെ കുക്കർ കിടന്ന് കൂകി ഒരു 4-5 വിസിലൊക്കെ അടിച്ചപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശർക്കര ഉരുക്കി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ നമ്മുടെ പരിപ്പിലേക്ക് ഒഴിച്ച് സെറ്റാക്കി നമുക്ക് ഒഴിക്കാം കേട്ടോ. ഒഴിച്ചത് ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നല്ല സെറ്റാക്കി എടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ 3-ാം പാല്, തേങ്ങാപ്പാൽ കേട്ടോ, അത് നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം അതിങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മുടെ 2-ാം പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇളക്കി നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് വരണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഏലക്കപ്പൊടി അതും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്തതിന് ശേഷം നമ്മുടെ 1-ാം പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളകി വരണം. കുറച്ച് കുറുക്കി നമുക്കെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഇത് മതി. അപ്പം നമുക്കിനി ഇതൊന്ന് ഇച്ചിരി കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടി വെച്ചതിന് ശേഷം നമ്മുടെ നെയ്യ് ഉരുക്കിയെടുക്കുക, നന്നായിട്ട് ഉരുക്കിയെടുക്കുക കേട്ടോ. ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കശുവണ്ടിയും അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതുപോലെ ഒന്ന് എടുക്കുക. നേരെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം പോയി ഉണ്ടാക്കിക്കോളൂ. ബായ്.